ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഒന്നാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇതാ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴുകി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ, അതുമൊക്കെ മുറിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. പിന്നെ രാവിലെ തന്നെ പത്തിരി പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഉച്ച കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും ചെയ്യാനുള്ള യാതൊരു ബോധവും എനിക്കുണ്ടാവില്ല. അത്രയ്ക്കും ടയേർഡ് ആകുമായിരിക്കും, കാരണം ഒന്നാമത്തെ നോമ്പല്ലേ, അതും നല്ല ചൂടുമാണ് കേട്ടോ. പിന്നെ ഞാനിതാ പത്തിരിയുടെ മാവൊക്കെ വാട്ടി കുഴച്ച് നെക്കി പരത്തി വെച്ചു കേട്ടോ ഫ്രിഡ്ജിൽ. വൈകുന്നേരം ആകുമ്പോൾ ചുട്ടാൽ മതിയല്ലോ. പിന്നെ റൗണ്ട് കിട്ടാനായിട്ട് ഇങ്ങനെ മുറിച്ചൊക്കെ എടുത്തു കേട്ടോ, ഒരു ഭംഗിക്ക്. ആദ്യത്തെ നോമ്പിൻ്റെ ഭംഗി നോക്കലൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ പരത്തി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. 2 ദിവസമൊക്കെ ആണെങ്കിലും നന്നായിട്ടിരിക്കും കേട്ടോ. നല്ല പത്തിരിയായിട്ട് തന്നെ നമ്മൾ കിട്ടും. പിന്നെ ഗൈസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനെന്താ സ്ഥിരം ജോലി തൂത്തുവാരൽ, തുടയ്ക്കൽ, അത് കഴിഞ്ഞ് പിന്നെ ഖുർആൻ ഓതാനിരുന്നു കേട്ടോ. പിന്നെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കിടന്നതേ ഉള്ളേ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് കറി വെക്കാനായിട്ട് നിന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സബോളയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് ഒരു ബീഫ് കറിയും വെച്ച് തിക്കിടിയും കൂടെ രാവിലെ എല്ലാം ഉച്ച കഴിഞ്ഞപ്പോൾ ഇട്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം 4:30 കഴിയുമ്പം പത്തിരി ചുടാമെന്ന് വിചാരിച്ചു. പിന്നെ സ്നാക്കായിട്ട് സമൂസയാണ് ഉണ്ടാക്കിയത്. പിന്നെ തരിക്കഞ്ഞിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് പോയി പിള്ളേർ ഉലുവാക്കഞ്ഞിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടേ, കാണാൻ മറക്കാം.